അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതായത് 2022-2023 കാലഘട്ടത്തിൽ സർക്കാർ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് ഏത് മേഖലയിലെ നിയമനങ്ങളുടെ പേരിലാണ്? 2022-2023 കാലഘട്ടത്തിൽ സർക്കാർ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് ഏത് മേഖലയിലെ നിയമനങ്ങളുടെ പേരിലാണ്? അതിലെ ഓപ്ഷൻസ്: എ PSC, ബി കരാർ നിയമനങ്ങൾ, സി അധ്യാപക നിയമനം, ഡി പോലീസ് നിയമനം. അതായത് എ PSC, ബി കരാർ നിയമനം, സി അധ്യാപക നിയമനം, ഡി പോലീസ് നിയമനം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: 2024 കേരളത്തിൽ വർദ്ധിച്ചു വന്ന വ്യാപകമായി ചർച്ചയായ സാമൂഹ്യ പ്രശ്നമേത്? 2024 കേരളത്തിൽ വർദ്ധിച്ചു വന്ന വ്യാപകമായി ചർച്ചയായ സാമൂഹ്യ പ്രശ്നം. അതിൽ ഓപ്ഷൻസ്: തൊഴിലില്ലായ്മ, ബി ലഹരി ഉപയോഗം, സി ബാലവേല. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: എ തൊഴിലില്ലായ്മ, ബി ലഹരി ഉപയോഗം, സി ബാലവേല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ യുവാക്കളുടെ വിദേശ കുടിയേറ്റം വർദ്ധിച്ചു വരുന്ന എന്തിൻ്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു? കേരളത്തിലെ യുവാക്കളുടെ വിദേശ കുടിയേറ്റം വർദ്ധിച്ചത് എന്തിൻ്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു? അതിൽ ഓപ്ഷൻസ് ഇങ്ങനെയാണ്: എ ആഗോളവൽക്കരണം, ബി ആഭ്യന്തര തൊഴിലവസരം കുറവ്, സി വിദ്യാഭ്യാസ നിലവാരം, ഡി ജീവിത നിലവാരം. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: ആഗോളവൽക്കരണം, ബി ആഭ്യന്തര തൊഴിലവസര കുറവ്, സി വിദ്യാഭ്യാസ നിലവാരം, ഡി ജീവിത നിലവാരം. ഇനി ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ: 2020-2025 കാലഘട്ടത്തിൽ പ്രതിപക്ഷം സ്ഥിരമായി ഉന്നയിച്ച പ്രധാന ആരോപണം ഏത്? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. 2020-2025 കാലഘട്ടത്തിൽ പ്രതിപക്ഷം സ്ഥിരമായി ഉന്നയിച്ച പ്രധാന ആരോപണം ഏത്? അതിൽ ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെയാണ്: 1 വികസനം ഇല്ലായ്മ, 2 അധികാര കേന്ദ്രീകരണം, സി കേന്ദ്രവിരോധം, ഡി നയരഹിതം. ഓപ്ഷൻസ് ഒന്നും കൂടെ പറയാം: വികസനമില്ലായ്മ, ബി അധികാര കേന്ദ്രീകരണം, സി കേന്ദ്രവിരോധം, ഡി നയരഹിതം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരെണ്ണത്തിൻ്റെങ്കിലും ആൻസർ അറിയാമെങ്കിൽ അതിൽ മെസ്സേജിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.